ഇറാൻ സമർപ്പിച്ച സമാധാന പദ്ധതിയിൽ ട്രംപിന് അതൃപ്തിയെന്ന സൂചന. ചില വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് US മാധ്യമങ്ങളാണ് വിവരം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ട്രംപ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ദേശീയ ഉപദേഷ്ടാക്കളുമായി വിഷയം ചർച്ച ചെയ്ത ശേഷം പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കുമെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കിയത്. Well, only because it's been reported, I will confirm the president has met with his national security team this morning. The meeting may be ongoing, maybe not. I don't want to speak affirmatively because I was prepping to come out here. But the proposal was being discussed. I don't want to get ahead of the president or his national security team. What I will reiterate is that the president's red lines with respect to Iran have been made very, very clear, not just to the American public, but also to them as well. സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള US നിർദ്ദേശം പരിഗണനയിലാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഇതിനിടെ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രം നടത്തിയ ആക്രമണങ്ങളിലെ മരണസംഖ്യ 40 പിന്നിട്ടു. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ചർച്ചകൾക്ക് ഇപ്പോഴും കൃത്യമായ ഒരു തീയതി ആയിട്ടില്ല. നടക്കുമോ എന്ന കാര്യം അറിയില്ല. ട്രംപ് ഇറാന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളിയെന്നറിയുന്നു. എന്താണ് സംഭവിക്കുന്നത് പശ്ചിമേഷ്യയിൽ? രഞ്ജിത്ത്, നിലവിൽ ട്രംപ് ഈ നിർദ്ദേശങ്ങളിലുള്ള പ്രതികരണം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ട്രംപിന് ഇറാന്റെ നിർദ്ദേശങ്ങളിൽ അതൃപ്തിയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരു 3 നിർദ്ദേശങ്ങളാണ് ഇറാൻ പ്രധാനമായിട്ടും അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. മധ്യസ്ഥരായിട്ടുള്ള പാകിസ്ഥാൻ വഴിയായിരുന്നു ഈ നീക്കമുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം, ഇനി ഇറാന് നേരെ യാതൊരുവിധ ആക്രമണങ്ങളും നടത്താൻ പാടില്ല. ഇത്തരമൊരു ഉറപ്പ് ലഭിച്ചാൽ മാത്രം ഹോർമുസ് കടലിടുക്കിലുള്ള അമേരിക്കൻ ഉപരോധം അത് അവസാനിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കും. പിന്നെ ഇറാന്റെ ആണവ വിഷയങ്ങളിൽ സ്വാതന്ത്ര്യം നൽകണം എന്നുള്ള 3 നിർദ്ദേശങ്ങളായിരുന്നു അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിച്ചത്. ഇതിൽ ആണവ വിഷയം ഉൾപ്പെടെ പല കാര്യങ്ങളിലും അമേരിക്കയ്ക്ക് അതൃപ്തി ഉണ്ടാകാൻ സാധ്യതയായിട്ടുള്ള വിലയിരുത്തലുകൾ വന്നിരുന്നു. എന്തായാലും ട്രംപിന് ഈ വിഷയങ്ങളിൽ അതൃപ്തിയുള്ളതായിട്ടാണ് ചില വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപോ അതുപോലെ മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥരോ ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റിന്റെ പ്രസ്താവന മാത്രമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. അവർ പറയുന്നത് ട്രംപ് നിലവിൽ ഇറാന്റെ നിർദ്ദേശങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ട്രംപ് നേരിട്ടൊരു പ്രതികരണം നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുവരെ അത്തരമൊരു പ്രതികരണം പുറത്തു വന്നിട്ടില്ല. അതേസമയം ഇറാൻ കഴിഞ്ഞ ദിവസം റഷ്യയുമായി ചർച്ച നടത്തിയിരുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയാണ് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെത്തി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ പുടിൻ ഇറാന് എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ഇറാന് പൂർണ്ണമായിട്ടും ഈ ദുർഘടഘട്ടത്തിൽ ഇറാനിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊപ്പം തങ്ങൾ നിൽക്കുന്നുണ്ട് എന്നാണ് പുടിൻ വ്യക്തമാക്കിയത്. അതുപോലെ ഇറാന് എല്ലാവിധ സഹായങ്ങളും നൽകും, ഈ നയതന്ത്രപരമായിട്ട് ചർച്ചകൾക്കൊപ്പം നിൽക്കും എന്നും പുടിൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇപ്പോഴും ലെബനനിൽ ആക്രമണം കടുക്കുകയാണ് എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ഏപ്രിൽ 17 ശേഷം ഇതുവരെ ഏതാണ്ട് 40 പേർ അവിടെ മരിച്ചു എന്നാണ് വിവരങ്ങളുള്ളത്. ഇപ്പോഴും പല മേഖലകളിലും പോരാട്ടം കനക്കുകയാണ്. ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിൽ ഹിസ്ബുള്ള പ്രത്യാക്രമണം നടത്തിയതായിട്ടും വിവരമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.